എന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സന്തോഷം വർദ്ധിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ തത്വം തന്നെ കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും സന്തോഷമാണ്, സമാധാനമാണ്. എന്ത് വന്നാലും തനിക്കറിയാം ദർ ഇസ് സമ്മൺ ഹൂ ഇസ് ടു ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, മുന്നമേ അവൻ്റെ രാജ്യം അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, സകലതും ഇതൊക്കെയും നിങ്ങളോട് ചേർക്കപ്പെടും. ഇതൊക്കെയും എന്തൊക്കെയും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകലതും ചേർക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും, ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട, ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളിലാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിലിങ്ങനെയാണ് പറയുന്നത്, ഇളകാത്ത രാജ്യം പ്രാപിച്ചിരിക്കുകയാൽ ഒന്ന് നിങ്ങൾ നന്ദിയുള്ളവരായി. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൈവവചന പ്രകാരമുള്ള ഫ്രൂട്ട്ഫുൾനെസ് എന്തുകൊണ്ടാണ് വരാത്തത്? ദൈവരാജ്യത്തിൻ്റെ തത്വം, ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വവും മാറ്റമില്ല. കാര്യം യേശു ഇത് പറഞ്ഞിരിക്കുന്നത്, രാജാധിരാജൻ യേശുവാണ്. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാപിക്കും. ഒരു മസ്റ്റേർഡ് സീഡ്, ഒരു കടുകുമണി പോലെ, ദൈവരാജ്യം ഒരു കടുകുമണി പോലെ നടുമ്പോൾ ചെറുതാണ്, പക്ഷേ അത് വിശാലമാകും. തുടങ്ങുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അത് വിശാലമായി തീരും. ഉദാഹരണം ഹെവൻലി ഫീസ് സഭ തന്നെയാണ്. കോട്ടയത്ത് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു, എന്നിലൂടെ അത് ചെറുതായിട്ട് ആരംഭിച്ചു, പക്ഷേ ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവനായി. അതിൽ പ്രശംസിക്കാവുന്ന, ഏറ്റവും പ്രശംസിക്കാവുന്ന ഒരു കാര്യം, ഈ സഭയ്ക്ക്, ഹെവൻലി ഫീസ് സഭയ്ക്കകത്ത് ഞങ്ങളായിട്ട് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയവർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സഭയെന്നും മോഷ്ടിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൈവത്തിന് പ്രസാദകരം. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് ഞങ്ങൾ സംസാരിച്ച വാക്ക് ദൈവത്തിന് പ്രസാദകരം എന്തായിരുന്നു? അധികാരങ്ങൾക്ക് കീഴ്പ്പെടുക. ഒരു ഭാര്യയും ഭർത്താവും ബന്ധത്തിൽ ഭർത്താവിനാണ് മുഖ്യസ്ഥാനം. ഭർത്താവിനെ ഭാര്യ അംഗീകരിക്കുമ്പോൾ അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു വരിക. അപ്പോൾ തന്നെ ഒരു അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേലാണ് പരിപൂർണ അധികാരം. ഒരു മക്കൾ എന്ന് പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, മക്കളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഞാൻ മകൻ തന്നെ. ചിലപ്പം നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടാളിയായി വരുന്ന നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ അമ്മയോ അപ്പനെയോ ഇഷ്ടമില്ലായിരിക്കാം. അവർക്ക് അവരുടേതായ ലോകത്തിൽ അവരെ അതിനകത്ത് തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വമാണ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണ്, അപ്പനെയും അമ്മയും അനുസരിക്കണം. ഇത് വാഗ്ദത്തത്തോടു കൂടി ബഹുമാനിക്കണം. ഇത് വാഗ്ദത്തത്തോടു കൂടെയുള്ള കൽപ്പനയാണ്, നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകാൻ, നന്മയുണ്ടാകാൻ. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ മാത്രമല്ല, മുതിർന്നവരും കൂടെ ചേർന്നാണ് പറയുന്നത്. നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ, അപ്പനും അമ്മയും എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്കിഷ്ടപ്പെടത്തില്ലായിരിക്കാം. അതിന് തർക്കോത്തരം പറയാതെ അതിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ ദൈവം നമ്മളെ പുതുവഴികളാൽ അനുഗ്രഹിക്കും. എനിക്ക് 100 കണക്കിന് സാക്ഷ്യം ഇതിനെക്കുറിച്ച് പറയുവാനുണ്ട്. പലപ്പോഴും ഈ വീതവെപ്പും വസ്തുവിൻ്റെ വിഷയം വരുമ്പോഴാണല്ലോ വഴക്കുണ്ടാകുന്നത്. അപ്പനും അമ്മയോടും മക്കൾ വഴക്കുണ്ടാക്കി വാങ്ങിക്കുക. മക്കളല്ലല്ലോ, നിങ്ങളല്ലല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയത്, അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പൻ നല്ല സന്തോഷത്തോടെ തന്നാൽ അത് അനുഭവിക്കും. ഇത് അതല്ല, അവരോട് പിടിച്ചു വാങ്ങിക്കാൻ നോക്കുന്നു, അവരെ നൊമ്പരപ്പെടുത്തുന്നു. ചിലരാണെങ്കിൽ വൃദ്ധനായിരിക്കുന്ന, ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു വിദേശ രാജ്യത്തിലായിരുന്നപ്പോൾ അവർ ലീവിനിപ്പം കേരളത്തിൽ വരാറില്ല, വന്നാലും ഹോട്ടലിലാണ് താമസം. ചോദിച്ച
വെറുതെ അതല്ല തങ്കുറേ ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞ് ഞാൻ അവരുടെ വായിൽ നിന്ന് ഒരു വാക്ക് കേട്ടു, വീട്ടിൽ ചെന്ന് അപ്പനെയും അമ്മയും നോക്കണം, അതുകൊണ്ട് ഞങ്ങളിപ്പം ലീവിൽ നാട്ടിൽ പോകാറില്ല. ആ അപ്പനും അമ്മയും നൊമ്പരപ്പെട്ട് വളർത്തിയ മക്കളുടെ മനസ്സിലൂടെ പോകുന്നത് അവരിന്ന് ശല്യമാണ്. ഞാൻ പറയാം, ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വമാണ് അധികാരം ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും. അപ്പനും അമ്മയ്ക്കും വിദ്യാഭ്യാസം കുറവായിരിക്കാം, വിവരം കുറവായിരിക്കാം, പക്ഷെ അവരുടെ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമാണ്. അതിനൊന്ന് കീഴ്പ്പെട്ട് നോക്കിക്കേ. മക്കളുടെ കയ്യിൽ നിന്ന് കോടികൾ ഇങ്ങോട്ട് വാങ്ങിക്കാനല്ല നിൽക്കുന്നത്. നിങ്ങൾ അയച്ചെന്ന ₹1 അതുപോലും അവർക്ക് വേണ്ട. ഒന്ന് ഫോൺ വിളിച്ചൊന്ന് പറഞ്ഞേ, നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ഇതായത്, ഈ സ്ഥാനം വരെ ഞാൻ എത്തിയത് നിങ്ങൾ കാരണമാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഒരു പട്ടിക്കൂടിൻ്റെ സൈഡിൽ ഒരു ടാർപോളിൻ വിരിച്ച് ഒരാൾക്ക് കിടക്കാം എന്ന് പറയാവുന്ന സ്ഥലത്താണ് അമ്മയുടെ വാസം. അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കയറിയാൽ മുട്ടുകാലടിക്കും. ഒറ്റ മകനേ ഉള്ളൂ. നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അലുമിനിയം പാത്രത്തിലാണ് ഭക്ഷണം കൊടുക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ അവരോട് സംസാരിച്ചപ്പോൾ അവർ 100 കാരണങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, അവരുടെ മക്കളുടെ മുമ്പിൽ അവരൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്. പ്രായം ചെന്നുമ്പോൾ അപ്പനെ അമ്മയെ എവിടെ ഇടേണ്ടിയേ? ഈ ടാർപോളിൻ്റെ അവിടെയാണ്. ലോകം പരിഷ്കാരം എന്നൊക്കെ പറയുന്നത് നമ്മളെ ദൈവം എന്ന് പറയുന്ന ദൈവവചനം പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ മേൽ വച്ചിരിക്കുന്ന അധികാരം എന്തിനാണ് വച്ചിരിക്കുന്നത്? നമ്മൾ നഷ്ടപ്പെടാതിരിക്കുവാൻ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഇപ്പോൾ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കാലമാണല്ലോ. കൂട്ടുകാർ പറയുന്നേക്കാളും അധികം സ്വന്തം അപ്പനെയും അമ്മയും കേൾക്കണം. പ്രണയവും പ്രേമവും അതൊക്കെ ആർക്കുമാകാം, പക്ഷേ അപ്പനും അമ്മയ്ക്കും പ്രയാസപ്പെടുന്ന ഒരു ബന്ധവും വെക്കരുത്. ഇത്രയും നൊമ്പരപ്പെട്ട് ഇത്രയും നാൾ വളർത്തിയിട്ട് ഇന്നലെ കണ്ട് ഒരാൾ ഐ ലവ് യു പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകരുത്. കാര്യം അതിനകത്തൊരു ചതിവുണ്ട്. അവർ നേരെയുള്ളവരായിരുന്നെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും കണ്ട് സംസാരിച്ച് ഔദ്യോഗികമായ ഒരു വിവാഹത്തിന് അവർ ഏർപ്പെടുത്താറുണ്ട്. അല്ലാതെ പക്ഷം ഐ ലവ് യു പറഞ്ഞ് ഇങ്ങോട്ടും നടക്കുന്നവരോട് നോ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കാണണം. അപ്പനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് ബന്ധവും. സ്വന്തം കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് ബന്ധങ്ങളും. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അത് അധികാരമാണ്. സോ നോക്ക്, ദൈവരാജ്യം പറയാണ് ദൈവത്തിന് പ്രസാദകരമാണ്. എന്ത്? ദൈവം വച്ച അധികാരത്തിന് കീഴ്പ്പെടുക. 1 രാജ്യത്തിൻ്റെ അധികാരം, 2 ഭാര്യ ഭർത്താവും തമ്മിൽ പുരുഷന് ദൈവം കൊടുത്തിരിക്കുന്ന അല്ലെ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന അധികാരം, 3 കുടുംബത്തിൽ അപ്പന് ലഭിച്ചിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേൽ ഉള്ള അധികാരം. അതുപോലെ തന്നെയാണ് സഭകളിൽ ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ യേശുവിന് വ്യക്തിപരമായി കർത്താവെന്ന് സ്വീകരിക്കുന്ന ഒരു വ്യക്തി. ജനനത്താൽ ആരും ക്രൈസ്തവ മതത്തിലാകുന്നില്ല. ക്രൈസ്തവ മതം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. വേദപുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കൈക്കൊള്ളുന്ന ഏവനും ദൈവ മക്കൾ ആകാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12. 13 പറയാണ്, ഇത് രക്തത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ജഡത്താലല്ല, ഇത് ദൈവത്താൽ അത്ര എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇന്ന് തീരുമാനിക്കുക ഞാൻ ക്രിസ്തീയ മതത്തിൽ ഞാൻ ചേരാം, നടക്കത്തില്ല. ഇത് ദൈവം അംഗീകരിക്കുന്നതല്ല. അത് ദൈവത്താൽ ജനിപ്പിക്കുക ചെയ്യുന്നു. ഇപ്പം ഞാനൊരു ദൈവപ്പൈതലാണെന്ന് വിചാരിച്ചാൽ എൻ്റെ മകൻ ദൈവപ്പൈതലാകണമെന്നില്ല. ചിലർ പറയും ഞാൻ ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇത് രക്തത്താലല്ല. എൻ്റെ മകൻ യേശുവിനെ വ്യക്തിപരമായി കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ സ്വീകരിച്ചാൽ അവൻ ദൈവപ്പൈതലാകാം. എൻ്റെ ഭാര്യയ്ക്ക് വ്യക്തിപരമായി യേശുവിനെ സ്വീകരിച്ച് കൈക്കൊണ്ടാൽ അവൾക്കും ദൈവം പൈതലാകാം. അല്ലാതെ ഇത് പാരമ്പര്യമായി ഒന്നിൻ്റെ പുറകെ ഒന്ന് ഞങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന്
പറയാൻ പറ്റാത്ത ഒരു മാർഗമാണ് യേശുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മാർഗം. നൗ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദൈവത്താൽ ഞാൻ വീണ്ടും ജനിച്ചു, ഞാനൊരു കുടുംബത്തിൻ്റെ അംഗമായി. ആ കുടുംബത്തിൻ്റെ അംഗമാകുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെ ദിനംതോറും യേശു സഭയോട് ചേർത്തു. ഏതാണ് സഭ? ഏതെങ്കിലും ബോർഡ് വെച്ചതല്ല സഭ. കർത്താവ് തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ആ വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചു, സ്നാനപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു, താൻ ഒരു സഭയിലേക്ക് ദൈവം ചേർക്കുക ചെയ്യുന്നു. നോ, ആരും അബദ്ധത്തിൽ ഒരു സഭയിലോട്ട് കയറുന്നവരല്ല. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ കാര്യം. പത്രോസിൻ്റെ ലേഖനത്തിൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല്, നമുക്ക് ആരെയും പ്രയോജനമില്ലാത്ത കല്ലിനെ ദൈവം എടുത്ത് മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന കല്ലുകളായി ഒരു കെട്ടിടം നിർമ്മിക്കുക, തനിക്ക് വാസത്തിന് വേണ്ടി. എഫീഷ്യർക്ക് എഴുതിയ ലേഖനവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന് ഒരു കെട്ടിടം പണിയുന്നു എന്ന് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം പറയുക. അതിൻ്റെ മൂലക്കല്ലാണ് യേശു. മൂലക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായി ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ മൂലക്കൽ എന്ന് പറഞ്ഞാൽ അവസാനം മുകളിൽ ക്യാപ്പ് ചെയ്യുന്ന കല്ല. കർത്താവിൻ്റെ വരവോടെ ഈ കെട്ടിടം പണി തീരുക. മൂലക്കല്ല് മുകളിൽ നിന്ന് വന്ന് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റിയ ഒരു മന്ദിരമായി മാറുകയാണ്. നൗ കർത്താവിൻ്റെ പ്ലാനിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് എവിടെയാണോ, ഞാനിത് എടുത്തു പറയാനുള്ള കാരണം, പല വിശ്വാസികളും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, ഒരു സഭയിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം വീണ്ടും എന്താണ് അവർ മുരടിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവവചന പ്രകാരമുള്ള വളർച്ച അവരിൽ കാണാത്തത്? അതിൻ്റെ കാരണം അവരിന്ന് ജനാധിപത്യ മോഡിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത സഭയിലേക്ക് പോകുക. എന്നെ അവർ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ പോകുക. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, അതുകൊണ്ട് ഞാൻ അടുത്ത സഭയിൽ പോകുക. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന് തെറ്റുപറ്റി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നടുതലേന്ന ഒരു വിശ്വാസിയുടെ പറയുന്നത്, എവിടെയാണ് നട്ടിരിക്കുന്നത് അവിടെയാണ് പുഷ്ടി വെക്കുന്നത്, അവിടെയാണ് സന്തോഷം വരുന്നത്. ഹെവൻലി ഫീസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ, ഹെവൻലി ഫീസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഒരു പ്രവർത്തകനോ നമ്മുടെ ഒരു വർക്കേഴ്സോ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ആ വീട്ടിലെ ആ വ്യക്തി വലിയ നിരാശയും പ്രയാസവും പറയുമ്പോൾ അവരോട് നമ്മുടെ ആ ശുശ്രൂഷകൻ അല്ലെങ്കിൽ വിശ്വാസി പറയും, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഇന്ന സഭയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് കുഴപ്പം, ഞങ്ങളുടെ സഭയിൽ വരിക എന്ന് ഒരിക്കലും ഹെവൻലി ഫീസ്റ്റിലെ ഒരു വിശ്വാസി പറയത്തില്ല. അതിൻ്റെ കാരണം അവരെ അതുപോലെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഞാൻ മോഷ്ടിക്കുക ചെയ്യുന്നു. മറിച്ച് അവർ ചെയ്യും, നിങ്ങളുടെ പാസ്റ്ററാണ് ഏറ്റവും നല്ല പാസ്റ്റർ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിങ്ങ് വരും. കാരണം ദൈവത്തിൻ്റെ, ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. യേശു ആ സഭ തുടങ്ങുന്നതും പണിയുന്നതും. പക്ഷെ പലപ്പോഴും പല പാസ്റ്റർമാരും അവരുടെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി നുണയും പറഞ്ഞ് വ്യാജവും പറഞ്ഞ് അവിടുന്ന് മോഷ്ടിക്കുക ചെയ്യുന്നു. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ തെറ്റിക്കുക ചെയ്യുന്നു. എന്നിട്ട് ഉപദേശത്തിൽ പെശക പറഞ്ഞേക്കുക. ഒരു കാര്യം എനിക്കറിയാം, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഒരിക്കലും ഒരു ഫ്രൂട്ട്ഫുൾനെസ് വരത്തില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായം, അവിടെ ഒരു സംഭവം നടക്കുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കാനിടയായി തീർന്നു.
ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് പുകവലിക്കുന്നതും മദ്യപാനവുമാണ്. പ്രിയമുള്ളവരെ, അത് ഒരു വശം, ദാറ്റ് ഈസ് പേഴ്സണൽ. എന്നാൽ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 3:16, ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, that the Spirit of God dwells in you. If anyone defiles the temple of God, God will destroy him. For the temple of God is holy, the temple that you are. ഈ 2 വാക്യം മറക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ശരീരം എന്ന ദേവാലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. പക്ഷേ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന സഭയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ടെക്സ്റ്റ് എന്താ? കൊരിന്ത്യ സഭയിൽ ഒരു കൂട്ടർ പൗലോസിൻ്റെ പക്ഷം, ഒരു കൂട്ടർ അപ്പോലോസിൻ്റെ പ്രശ്നം, ഒരു കൂട്ടർ പത്രോസിൻ്റെ പക്ഷം, 3ആയിട്ട് ഇസമുണ്ടാക്കി ചിലർ ഇത് മുതലെടുത്ത് സഭയെ വിഭജിക്കാൻ നോക്കുക. ഞാൻ ഒരു വാർണിംഗ് ആയിട്ടാണ് പറയുന്നത്. ഒരു സഭയെ പിളർത്താൻ നോക്കിയാൽ കർത്താവിൻ്റെ ശരീരത്തെ മുറുക്കിയാണ് ചെയ്യുന്നത്. താൽക്കാലികമായി നേട്ടമുണ്ടായെന്ന് തോന്നിയേക്കാം, പക്ഷേ ഓൺ ദ ലോങ് റൺ യു വിൽ സഫർ. അതിൻ്റെ കാരണം ദൈവവ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തില്ല, ദൈവജനത്തിന് മാറ്റം വരുത്തില്ല. അതുകൊണ്ടാണ് തൊട്ട് താഴെ പറയുന്നത്, ഇത് ബുദ്ധിമാനാണല്ലോ കളിക്കുന്നത്, ബുദ്ധി കളിച്ചാണല്ലോ സഭയെ മുറിക്കുന്നതും വിശ്വാസികളെ മോഷ്ടിക്കുന്നതും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏതെങ്കിലും സഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണോ ആ ദേവദാസൻ്റെ കീഴെ വേണം നിങ്ങൾ നിൽക്കാൻ. ഒരിക്കലും നിങ്ങളെ നടത്തിയ എടയനെ വിട്ടേച്ച് നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾ ഒരിക്കലും ഫ്രൂട്ട്ഫുൾ ആകത്തില്ല. ഒരു ഡൗട്ടും വേണ്ട. ഞാനിത് പറയുന്നത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിലാക്കപ്പെട്ട വിശ്വാസികളോടാണ്. എൻ്റെ ഇടയനോട് ഞാൻ പിണങ്ങി അപ്പുറത്ത് പോകാൻ, ഇത് ജനാധിപത്യമല്ല. ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ജീവിക്കുക. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഞാൻ നിങ്ങൾക്ക് ഈ വാക്യം തന്നെ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കാം. ആംപ്ലിഫൈഡ് ബൈബിളിൽ, ഇഫ് എനി വൺ, നോക്ക് 16 വാക്യം, ഡു നോട്ട് ഡിസേൺ ആൻഡ് ഡു യു നോട്ട് ഡിസേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ദ ഹോൾ ചർച്ച് ഓഫ് ഗോഡ്. ഹോൾ ചർച്ച് ഓഫ് ഗോഡ്. നിങ്ങൾ ഒരു കർത്താവിൻ്റെ സഭയാണെന്നറിയത്തില്ലേ? ആൻഡ് ഗോഡ്സ് ടെമ്പിൾ, ഹിസ് സാങ്ച്വറി, ആൻഡ് ദാറ്റ് ദ സ്പിരിറ്റ്, ഹിസ് പെർമനൻറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് ഇസ് ഇൻ യു ടു ബി എ ഹോം, collectively as a church and also as an individual. Number 2, if anyone does hurt to the God's temple and corrupts it. എങ്ങനെയാ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നത്? വിത്ത് ഫോൾസ് ഡോക്ട്രിൻ, നുണ പറഞ്ഞ്, ദുരുപദേശം പറഞ്ഞ് ഒരാളെ അവിടുന്ന് മോഷ്ടിക്കുക, നുണയായി പറയുന്ന മുഴുവൻ. Or destroys his, God will do hurt to him and bring him to corruption of death and destroy him. For the temple of God is holy, sacred to him. That temple you, the believing church, and its individual believers are. നോക്കൂ, ഇവിടെ പ്ലെയിനായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് കർത്താവിൻ്റെ സഭയെ മുറിക്കരുത്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഈ കാര്യത്തിൽ. ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് സഭയുടെ ബോർഡ് മാറ്റി സ്വന്തം സഭയാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നവരുണ്ട്. എങ്ങും എത്തത്തില്ല അവർ. അതിൻ്റെ കാരണം ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്, അധികാരത്തിന് മറുതലിക്കുന്നവൻ അവൻ ദൈവത്തിൻ്റെ ശിക്ഷാവിധി പ്രാപിക്കും. ഒരു ഡൗട്ടില്ല ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ അതോറിറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചിനകത്ത്, നിങ്ങളോട് ഞാൻ പറയാം, നമ്മളെ ഒരു കുടുംബമാണല്ലോ. ഒരു അധികാരത്തിലിരിക്കുന്നവരുടെ കളിയാക്കുന്ന വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ വന്നാൽ നിങ്ങൾ ഷെയർ ചെയ്യരുത്. മറ്റുള്ളവൻ്റെ പാപത്തിന് നിങ്ങൾ ഓഹരിക്കാരാകരുത്. അവർ ചെയ്തോട്ടെ. ദ്രവത്വമുള്ള വാക്ക് വായിന്ന് വരാൻ പാടില്ല. നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിലോ സഭയുടെ ചർച്ച അരുത്. ദ്രവത്വമുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അരുതാത്ത വാക്കെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കറപ്റ്റ്, ദ്രവത്വം കൊണ്ടുവരും ആ വീട്ടിൽ, ആ ബിസിനസ്സിൽ. അരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാര്യം എന്താ? ദൈവം ഒരു വലിയ പ്ലാനില്ല നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ആ പ്ലാൻ ഒരിക്കലും നമ്മളായിട്ട് കൈകടത്തരുത്. ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ, അതാ യേശു പറഞ്ഞ, ഞാൻ എൻ്റെ സഭ പണിയും. ഒരു കല്ല് കൊണ്ട് വെച്ചു, ജീവിക്കുന്ന കല്ലുകളെ അതിൻ്റെ ഇടയ്ക്ക് മാറ്റുക.
അതാ പറഞ്ഞത്, നിന്നെ നശിപ്പിക്കും. നൗ ദിസ് ഈസ് എ വാർണിംഗ്. നമ്മളെ നടത്തുന്നവർ, ഞാൻ വീണ്ടും പറയാം, ഹെവൻലി ഫീസ്റ്റിൽ മാത്രമല്ല, ഏത് സഭയിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മടങ്ങി ആ സഭയിലേക്ക് പോകണം. എനിക്കിഷ്ടമില്ല, എനിക്കിതില്ല, അത് ജനാധിപത്യമല്ല. ദൈവരാജ്യത്തിൽ എൻ്റെ അഭിപ്രായത്തിനല്ല പ്രസക്തി, ദൈവത്തിൻ്റെ പ്ലാനിന് പ്രസക്തി. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12 ഇളകാത്ത രാജ്യം പ്രാപിച്ചിരിക്കുക എന്ന് പറഞ്ഞ് 28 എഴുതുമ്പോൾ 13 മുതൽ താഴോട്ട് വചനം 13 താഴോട്ട് ഓരോ വിഭാഗം, കുടുംബജീവിതം, അതോറിറ്റി, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനൊന്നും മാറ്റം വരാൻ പോകുന്നില്ല, തൻ്റെ വാക്കിന് മാറ്റം വരാൻ പോകുന്നില്ല. എന്നിട്ട് അതിൻ്റെ 17 പറയുന്നത്, ഒബേ ദോസ് ഹു റൂൾ ഓവർ യു, ബി സബ്മിസീവ്, ഫോർ ദേ വാച്ച് ഓവർ യുവർ സോൾസ് as though they must give account. Let them do so with joy and not with grief, for it will be unprofitable for you. നിങ്ങൾക്കത് നന്മയാകത്തില്ല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലം പോകുമ്പോൾ തൽക്കാലം ഭയങ്കര സന്തോഷമൊക്കെ തോന്നും. നമ്മൾ പറയും, എന്തൊരു ഞാൻ പൊട്ടക്കണ്ണത്തിനകത്ത് കിടക്കുന്ന പോലെയായിരുന്നു, വെളി വന്നപ്പോഴാണ് ഭയങ്കര സന്തോഷം. ശരിയാ, അപ്പുറത്ത് ഒരു പാമ്പ് നിൽപ്പുണ്ട് നിന്നെ മെഴുകാൻ. പൗലോസ് തൻ കപ്പലെ കയറുന്ന മുമ്പേ അവരോട് പറഞ്ഞു, കപ്പൽ മുമ്പോട്ട് കൊണ്ടുപോകരുത്. പെട്ടെന്ന് അവിടെ പറയുന്നത് അനുകൂല കാറ്റ് വീശി. എന്തിനാ അനുകൂല കാറ്റ് വീശിയെന്ന് പറഞ്ഞാൽ മുമ്പിൽ ഈശാന്യമൂലം നിൽക്കുകയായിരുന്നു. നമ്മൾ ഓർക്കുന്നത് നമ്മൾ അവിടെ നിന്ന് വന്നു, നമുക്കിപ്പം ഫ്രീഡമായെന്നാണ്. ഫ്രീഡം ആയിട്ടില്ല, നിങ്ങൾ അടുത്ത ബന്ധനത്തിലായിരിക്കുക. ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് തങ്കുബ്രദർ എപ്പോഴും സ്നേഹമാണല്ലോ പറയുന്നത്. അതേ, ഞാൻ സ്നേഹം തന്നെയാണ്. സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഈ സത്യം പറയുന്നത്. നിങ്ങൾ എവിടെയാണോ സ്നാനപ്പെട്ടത്, ഞാൻ പറയാം, കർത്താവിൽ നിങ്ങളെ നടത്തി സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഓരോ സഭയ്ക്കകത്തും ഉപദേഷ്ടാക്കന്മാരുണ്ട്, അപ്പന്മാരുണ്ട്. അതാണ് 1 കൊരിന്ത്യർ 4:15 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാർ കണ്ടേക്കാം, പക്ഷെ അപ്പന്മാരില്ല. ഇപ്പോൾ ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്ന സഭ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അത് കർത്താവ് എന്നിലൂടെ ആരംഭിച്ചു. അത് ആരംഭിച്ച സഭ ഇന്ന് ലോകമെമ്പാടുമുണ്ട്. അവിടെ എല്ലാം ഓരോ ദൈവദാസന്മാരത് നടത്തുന്നു. അതിന് ഇൻസ്ട്രക്ടേഴ്സ്, ഗുരുക്കന്മാരെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പൻ ഒന്നേ ഉള്ളൂ, ഞാൻ. ആ അപ്പനെ ദുഃഖിക്കരുത് ഒരു കാരണവശാലും. എൻ്റെ ആ ചർച്ചിനകത്തുള്ള അപ്പനും മക്കളുടെ ബന്ധമായത്. ആ അപ്പനും മക്കളുടെ ബന്ധത്തിൻ്റെ ഇടയിൽ മുറിവേൽപ്പിച്ചാൽ, അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ, 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നിങ്ങൾ വായിക്കണം. വീട്ടിൽ ഇന്ന് നമ്മളിത് കേൾക്കുമ്പോൾ വായിക്കണം. അവിടെ 6:9 ബിലവഡ്, പ്രിയമുള്ളവരെ എന്ന് പറയുക. പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ശകാരം. ദൈവജനത്തിൽ എപ്പോഴും ഓർത്തോണം, പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ ഒരു നല്ല അടി അടിച്ചേച്ച് തടുക, നമ്മൾ സാരിയില്ലെന്ന് പറയുന്ന പോലെ. അവിടെ 6-ാം അധ്യായത്തിൽ പറയാണ്, നിങ്ങളെ നടത്തുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ മഴ പെയ്ത് ഭൂമി തിരിച്ച് വിതച്ചവർക്ക് നല്ല ഫലം കൊടുത്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. എന്നാലോ പറക്കാലെ മുള്ളും കൊടുത്താൽ അത് ശപിക്കപ്പെട്ടതും നശിക്കുവാനായി പോകുക. പ്രിയമുള്ളവരെ, ഞാൻ ഇത് സ്നേഹത്തോടെയാണ് പറയുന്നത്. നിങ്ങളെ നടത്തിയ പിതാവ്, നിങ്ങളെ സ്നാനപ്പെടുത്തിയ ദൈവദാസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഹെവൻലി ഫീസ്റ്റ് ആണെങ്കിൽ സ്നാനപ്പെടുത്താൻ ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. എല്ലായിടത്തും അവരാ പോയി സ്നാനപ്പെടുത്തി. പക്ഷെ അവരപ്പൻ്റെ സ്ഥാനം ഇല്ല അവർക്ക്. അപ്പൻ ഒന്നേ ഉള്ളൂ. ഞാൻ ഹെവൻലി ഫീസ്റ്റിൽ നടത്താൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു. അവരെ ദുഃഖിപ്പിക്കരുത്, അത് നന്നല്ല എന്ന് ദൈവവചനം പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് മാനസാന്തരപ്പെടണം, മടങ്ങി ചെല്ലണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചേച്ച് സ്ഥലം വിടുവല്ല. അവിടെ തന്നെ അത് തൊലി ഉരിയുന്ന ഒരു അനുഭവമാണ്. അതാ ഗോതമ്പണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് ഏകനായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിക്കേ. നിങ്ങളെ നടത്തിയവരോട് പിണങ്ങി നിങ്ങൾ പോയെങ്കിൽ തിരിച്ചവരുടെ അടുക്കൽ പോയി സോറി എന്ന് പറഞ്ഞ് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങ്
എന്നോട് പറയുവാൻ പറഞ്ഞത് വാക്കുകളാണ് ഞാൻ സംസാരിച്ചത്. ഇത് കേട്ട് മാനസാന്തരപ്പെടാനായി തയ്യാറാകുന്നവർ മടങ്ങി അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ ആരെയാണോ അവരെ നൊമ്പരപ്പെടുത്തിയത് അവിടേക്ക് ഓടി തിരിച്ചു ചെല്ലുമ്പോൾ, കർത്താവെ, അങ്ങയുടെ വചനത്തിലെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുവിൽ അവത് ഉവെന്ന് പറഞ്ഞ ആ അനുഭവം അവിടെ ഉണ്ടാകും. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും അനുഗ്രഹം ഉണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, മഹാസന്തോഷം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെയും ലെറ്റ് ഗോഡ് ബ്ലെസ് യു.